+1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നിങ്ങൾക്ക് ഓൾറെഡി +1 ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഗ്രേഡ് 10 പഠിച്ചിരുന്ന സമയത്ത് കെമിസ്ട്രിക്ക് വളരെ കുറച്ച് ലെസൺസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഗ്രേഡ് 11 അതായത് +1 വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതൽ ലെസൺസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ CBSE ആയാലും കേരള ബോർഡ് ആയാലും ഗ്രേഡ് 11 വരുമ്പോൾ +1 വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ലെസൺസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഓരോ ലെസൺസിലും നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ടോപ്പിക്കുകൾ കുറച്ച് കൂടുതലായിരിക്കും. ചിലതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം ഗ്രേഡ് 10 പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ചിലതൊക്കെ കുറച്ച് പുതിയ കോൺസെപ്റ്റുകളുണ്ട്. നിങ്ങൾ ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രി കണ്ടന്റ് ഇച്ചിരി കൂടുതലാണ്. പക്ഷേ കെമിസ്ട്രി ഭയങ്കര ഈസിയാണ്. മനസ്സിലാക്കി പഠിച്ചാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അതായത് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിയുടെ എല്ലാ ലെസൺസും നമ്മളോട് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഈ ചാപ്റ്റർ കുറച്ചൊരു വലിയ ലെസൺ ആണ്. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കുള്ളത് ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ തിയറിയാണ്. ഇത് കുറച്ചൊരു ഓൾഡ് തിയറിയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോസൽ ആൻഡ് ലൂയിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക് പഠിക്കാനുള്ളത്. കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത സയൻറ്റിസ്റ്റുകളാണ് ഇവർ. അപ്പോൾ അവരുടെ അപ്രോച്ച് അവരുടെ ഐഡിയ എങ്ങനെയായിരുന്നു കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട്, അതാണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ല, പക്ഷേ ബോണ്ടിങ്ങിൻ്റെ ഒരു ബേസിക് ടോപ്പിക് ആയത് കാരണം നമ്മളതിൽ തുടങ്ങുന്നു. പിന്നെ രണ്ടാമത് പഠിക്കാനുള്ളത് ഇതിൽ ഒക്ടെറ്റ് റൂളും അതിൻ്റെ ലിമിറ്റേഷൻസും പഠിക്കാനുണ്ട്. പിന്നെ കോവലൻ ബോണ്ട് എന്താണ്, കോവലൻ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു, അതിൻ്റെ 3 ടൈപ്പുകൾ ഏതൊക്കെയാണ്, പിന്നെ അതിൻ്റെ കുറച്ച് സ്ട്രക്ചറൊക്കെ നമുക്ക് വരയ്ക്കണം. കുറേ മോളിക്യൂൾസിൻ്റെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടൊക്കെ വെച്ചിട്ട് ആ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് വരച്ച് നോക്കണം. വളരെ ഈസിയാണ്, കുറച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. പിന്നെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഉണ്ട്, മോളിക്യൂൾസ് വെച്ചിട്ടുള്ളതുണ്ട്, അയോൺസ് വെച്ചിട്ടുള്ളതുണ്ട്. പിന്നെ ഫോർമൽ ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പിന്നെ അയണിക് അല്ലെങ്കിൽ ഇലക്ട്രോവാലൻ ബോണ്ട്. ഇപ്പോൾ കോവലൻ ബോണ്ട് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് അയണിക് ബോണ്ടും പഠിക്കണം. അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ബോണ്ട് പാരാമീറ്റേഴ്സ്. ബോണ്ട് പാരാമീറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ബോണ്ട് ആംഗിൾ, ബോണ്ട് വരയ്ക്കും അതിൽ വരുന്ന ആംഗിൾ എത്രയാണ്, ബോണ്ട് ലെങ്ത്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബോണ്ട് പാരാമീറ്റേഴ്സ്, ഒരു ബോണ്ടിനെ നമ്മൾ ഏതൊക്കെ വ്യൂസിലൂടെ നമുക്ക് കാണാൻ പറ്റും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ബോണ്ട് പാരാമീറ്റേഴ്സ്. പിന്നെ റെസൊണൻസ് സ്ട്രക്ചർ. റെസൊണൻസ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മോളിക്യൂളിൽ തന്നെ നമ്മൾ 2-3 സ്ട്രക്ചർ വരയ്ക്കും. എസ്പെഷ്യലി നമുക്ക് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടൊക്കെ വരുന്ന കോമ്പൗണ്ടുകളുണ്ട്. അതിൽ നമ്മൾ ഒരു സ്ട്രക്ചറിന് പകരം 2-3 സ്ട്രക്ചേഴ്സ് വരച്ചിട്ട് നമ്മൾ ആ മോളിക്യൂളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അതാണ് റെസൊണൻസ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൽ ഡൈപോൾ മൊമെൻറ്റ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. VSEPR തിയറി, അതായത് ബോണ്ടിങ്ങിൻ്റെ ഒരു തിയറിയാണത്. VSEPR തിയറി, അത് വെച്ചിട്ട് നിങ്ങൾക്ക് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പക്ഷെ അത് വളരെ ഈസി ആയിട്ടുള്ള തിയറിയാണ്. കുറച്ച് സ്ട്രക്ചേഴ്സ് മാത്രമേ നമുക്കതിൽ നിന്ന് പഠിക്കാനുള്ളൂ. തിയറി അങ്ങനെ പൊതുവെ ചോദിക്കാറില്ല. തിയറി വെച്ചിട്ട് മോളിക്യൂളർ സ്ട്രക്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 3 തിയറിയാണ് ആക്ച്വലി നമുക്ക് മോളിക്യൂളർ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അതിലൊന്നാണ് VSEPR തിയറി, പിന്നെ ഒന്ന് വാലൻസ് ബോണ്ട് തിയറി. ഇതിലാണ് ഹൈബ്രിഡൈസേഷൻ ഒക്കെ വരുന്നത്. ഇത് ഒരു അപ്രോച്ചാണ്. പിന്നെ മൂന്നാമത്തേതാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഈ 3 തിയറി വെച്ചിട്ടാണ് നമ്മൾ മോളിക്യൂൾസിൻ്റെ ഷേപ്പ്, നിങ്ങൾ ഒരുപാട് മോളിക്യൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, കോമ്പൗണ്ടുകളൊക്കെ. അപ്പോൾ കോമ്പൗണ്ടുകളൊക്കെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും, ആ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്ന 3 തിയറികളാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും 3 തിയറിയും എങ്ങനെ പോകുന്നു എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഒരു കുഞ്ഞു ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്, അത് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ എങ്ങനെയാണ് മറ്റുള്ള മോളിക്യൂൾസായിട്ട് ബോണ്ട് ചെയ്യുന്നത്. 2 ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ് പഠിക്കാനുണ്ട്, ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇൻട്രാ മോളിക്കുലർ. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ലെസണിൽ. അപ്പോൾ നമുക്ക് 1-2 നോക്കാം. ഫസ്റ്റത്തെ ടോപ്പിക് നോക്കാം. ഈ ടോപ്പിക് ആക്ച്വലി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊന്നും അല്ല, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കുറച്ച് ഇഫക്റ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആളുകളാണ് ഇവർ. സോ അതുകൊണ്ട് ഈ അപ്രോച്ച് നമ്മൾ പഠിക്കുന്നത് അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് നോക്കാം കോസൽ അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ ഇങ്ങരുടെ ഒരു ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്
പീരിയോഡിക് ടേബിളിൽ ദ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഹാലോജൻസ് and the highly electropositive alkali metals are separated by the noble gases. കോഴ്സിൽ പറയുന്നത് ഹാലോജൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഹാലോജൻസ് ആൻഡ് ആൽക്കലി മെറ്റൽസ്. ഇപ്പോൾ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 18 ഗ്രൂപ്പ്സുകളുണ്ട്. ഈ 18 ഗ്രൂപ്പ്സിൽ 17th ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ് ഹാലോജൻസ്. ഓക്കെ, 17th ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർക്ക് 7 ഇലക്ട്രോൺസ് ഉണ്ട് ലാസ്റ്റ് ഷെല്ലിൽ. ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ആണ് പൊതുവിൽ കെമിക്കൽ റിയാക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 7 ഇലക്ട്രോൺസ് ഉള്ളത് കാരണം അവരെന്ത് ചെയ്യും? പൊതുവിൽ അവരുടെ ഷെല്ല് കംപ്ലീറ്റ് ആക്കാനായിട്ട് അവർ ഒരു ഇലക്ട്രോണും കൂടി ആക്സെപ്റ്റ് ചെയ്യും. ഒരു ഇലക്ട്രോൺ കൂടി ആക്സെപ്റ്റ് ചെയ്തിട്ട് അവർ 8 ഇലക്ട്രോൺ കണ്ടീഷനിൽ നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ പൊതുവിൽ എല്ലാ മോളിക്യൂൾസും റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അവർക്ക് അവരുടെ വാലൻസ് ഷെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഇല്ലാണ്ട് വരുമ്പോഴാണ്. അപ്പോൾ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലമെന്റുകളായിട്ട് നമ്മൾ ഈ ഹാലജൻസിനെ പറയുന്നു. ഹാലജൻസ് ഏതൊക്കെയാണെന്ന് അറിയാവോ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, എസറ്റാറ്റിൻ. ഇത്രയും എലമെന്റുകളാണ് നമ്മുടെ 17th ഗ്രൂപ്പിൽ വരുന്നത്. ഈ എലമെന്റുകൾക്കെല്ലാം തന്നെ 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ലാസ്റ്റ് ഷെല്ലിൽ. ഓക്കെ, അപ്പം അത് കാരണം അവർ നമ്മൾ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലമെന്റുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പൊതുവിൽ അവരെ വിളിക്കുന്ന പേരാണ് ഹാലജൻസ്. ഫ്ലൂറിൻ ആണ് ആദ്യത്തെ മെമ്പർ. അതുപോലെ ഹൈലി ഇലക്ട്രോപോസിറ്റീവ് എലമെന്റുകൾ, അത് ആൽക്കലി മെറ്റൽസ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകൾ. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന മെറ്റലുകളെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് എടുക്കുന്നില്ല. ലിഥിയം, പിന്നെ വരുന്നത് സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, പിന്നെ ഫ്രാൻഷ്യം ഉണ്ട്. ഫ്രാൻഷ്യം റേഡിയോ ആക്റ്റീവ് ആയതാണ്, നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല അതിനെ. ഇത്രയും എലമെന്റുകളെ നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റുകൾ എന്നാണ് പറയുക. കാരണം ഇവരെല്ലാം മെറ്റൽസ് ആണ്. മെറ്റൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് വാലൻസ് ഇലക്ട്രോൺസ് കുറവായിരിക്കും. അപ്പോൾ ഇവർക്ക് 8 ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ ഇവർ പൊതുവിൽ എന്ത് ചെയ്യും? കയ്യിലുള്ള ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ഇവരങ്ങനെ വിട്ട് കളഞ്ഞിട്ട് ഇവർ പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരെ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കാൻ കാരണം ഇവർ വാട്ടറിൽ ബേൺ ചെയ്തിട്ട് ഇവർ ഓക്സൈഡ് ഉണ്ടാവും. ഓക്സൈഡുകൾ വാട്ടറിലൊക്കെ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആൽക്കലീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇവർ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ എന്താണ് പറയുന്നത്? ഫസ്റ്റ് അപ്രോച്ച്, ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഹാലോജൻസ് ആൻഡ് ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആൽക്കലി മെറ്റൽസ് ആർ സെപ്പറേറ്റഡ് ബൈ നോബിൾ ഗ്യാസസ്. അപ്പോൾ 17th ഗ്രൂപ്പിനും ഫസ്റ്റ് ഗ്രൂപ്പിനും ഇടയിലായിട്ട് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നോബിൾ ഗ്യാസസ് ഉണ്ട്. നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇനേർട്ട് എലമെന്റ്സിൻ്റെത്, ഹീലിയം, നിയോൺ, ആർഗൺ ഒക്കെ വരുന്നത്. അപ്പോൾ 17th ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് നോബിൾ ഗ്യാസസ്. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ദ ഫോർമേഷൻ ഓഫ് എ നെഗറ്റീവ് അയോൺ ഫ്രം എ ഹാലജൻ ആറ്റം ആൻഡ് എ പോസിറ്റീവ് അയോൺ ഫ്രം ആൻ ആൽക്കലി മെറ്റൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഗെയിൻ ആൻഡ് ലോസ് ഓഫ് ആൻ ഇലക്ട്രോൺ ബൈ ദി റെസ്പെക്റ്റീവ് ആറ്റംസ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഹാലജൻസ് നമ്മൾ പറഞ്ഞു ഇവർക്ക് 7 വാലൻസ് ഇലക്ട്രോൺ ആണെന്ന്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഫ്ലൂറിൻ എടുക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ എപ്പോഴുള്ളൊരു ടെൻഡൻസിയാണ് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലൂറിൻ നെഗറ്റീവ് അയോണായി മാറും. ഓക്കെ, അതേസമയം നമ്മൾ ആൽക്കലി മെറ്റൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ലിഥിയം എടുക്കുന്നു. ലിഥിയത്തിന് ലാസ്റ്റ് ഷെല്ലിൽ ലിഥിയത്തിൻ്റെ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരുന്നത്, 2,1. ഈ 1 ഇലക്ട്രോൺ ലിഥിയം അങ്ങോട്ട് ലൂസ് ചെയ്യും. അപ്പം ഞാൻ -1 ഇലക്ട്രോൺ അങ്ങോട്ട് എഴുതി. ലിഥിയം പോസിറ്റീവ് അയോണായി മാറും. ഒരു ആറ്റം എപ്പോഴും ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോൾ, നഷ്ടപ്പെടുത്തുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് വരും. ഒരു ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജ് വരും. ഈ നെഗറ്റീവ് ചാർജുള്ള അയണിനെയാണ് നമ്മൾ ആനയോൺ എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജ് ഉള്ളതിന് പൊതുവിൽ പറയുന്ന പേരാണ് കാറ്റയോൺ. ഓക്കെ, അപ്പോൾ എന്താണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്? ദ ഫോർമേഷൻ ഓഫ് എ നെഗറ്റീവ് അയോൺ, അതായത് ആനയോൺ, ഫ്രം എ ഹാലജൻ ആറ്റം ആൻഡ് എ പോസിറ്റീവ് അയോൺ ഫ്രം ആൻ ആൽക്കലി മെറ്റൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഗെയിൻ ആൻഡ് ലോസ് ഓഫ് ആൻ ഇലക്ട്രോൺ. പ്രത്യേകിച്ചൊന്നുമില്ല, ഹാലജൻ ആറ്റംസ് നെഗറ്റീവ് അയോൺ ആകുന്നു. എങ്ങനെയാണ് നെഗറ്റീവ് അയോൺ ആകുന്നത്? അതൊരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ആൽക്കലി മെറ്റൽസ്, ലിഥിയം എല്ലാം എങ്ങനെയാണ് പോസിറ്റീവ് ആവുന്നത്? അവരൊരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോൾ. അപ്പോൾ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നത് ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഓഫ് ആൻ ഇലക്ട്രോൺ വഴിയാണെന്നാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്.
തേർഡ് വൺ എന്താണെന്ന് നോക്കാം നമുക്ക്. The negative and positive ions thus formed attain stable noble gas electron configuration. അപ്പോൾ ഒരാൾ ഇലക്ട്രോണിനെ മേടിച്ചു, അപ്പോൾ അയാൾ ആനയോണായി മാറി, വേറൊരാൾ ഇലക്ട്രോണിനെ ലോസ് ചെയ്തു, നഷ്ടപ്പെടുത്തി, അപ്പോൾ അത് കാറ്റയോണായി മാറി. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് അയോണും പോസിറ്റീവ് അയോണൊക്കെ ഫോം ചെയ്തു. അങ്ങനെ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇവരൊരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും. എന്താണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? പൊതുവിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ള എലമെൻറ്റുകളാണ് നോബിൾ ഗ്യാസസ് എലമെൻറ്റുകൾ. അവർ 18th ഗ്രൂപ്പിലാണ് വരുന്നത്. അവരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ ഇതെല്ലാമാണ് നോബിൾ ഗ്യാസ്. അവർ 18th ഗ്രൂപ്പാണ്. ഇവർക്ക് പൊതുവെ റിയാക്ടിവിറ്റി ഇല്ല. ഇവരൊന്നിലും പങ്കെടുക്കാൻ പോകാറില്ല. ഇവർ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലൊക്കെ ഇരിക്കാനേ പരിപാടിയുള്ളൂ. അപ്പോൾ ആ എലമെൻറ്റുകളെ കോൺഫിഗറേഷനിലേക്ക് എത്താനാണ് എല്ലാ എലമെൻറ്റുകളും ശ്രമിക്കുന്നത്. അപ്പം ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെ മേടിച്ചു, ഇപ്പോൾ ഫ്ലൂറിൻ മൈനസ് അയോണായി മാറി. ഓക്കെ, അപ്പോൾ ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എഴുതിയിട്ട് ലാസ്റ്റ് ഇലക്ട്രോൺ ഒന്നും കൂടി ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്ലൂറിന് നെഗറ്റീവ് അയൺ കിട്ടി. അപ്പോൾ ഫ്ലൂറിനൊരു സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരും. അതുപോലെ തന്നെയാണ് ലിഥിയത്തിന്. ലിഥിയത്തിൻ്റെ 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞപ്പോൾ ലിഥിയത്തിന് പിന്നെ 2 മാത്രമേ ഉള്ളൂ, 2 ഇലക്ട്രോൺസ് ഉള്ളൂ. അപ്പോൾ ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷനിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇവർ ഇലക്ട്രോൺസിനെ ലോസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇലക്ട്രോണിനെ മേടിച്ചു. ഈ രണ്ട് കേസിലും ഇവർ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവർ ഉദ്ദേശിക്കുന്നത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിൽ എത്താനാണ്. അവർക്കാണ് സ്റ്റെബിലിറ്റി. അതാണ് നമ്മുടെ തേർഡ് പോസ്റ്റ്ലേറ്റ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അയോൺസ് ദസ് ഫോംഡ് അറ്റൈൻ സ്റ്റേബിൾ നോബിൾ ഗ്യാസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവ് അയോണും പോസിറ്റീവ് അയോണായി മാറുന്നു. അവർ എന്നിട്ട് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് എത്താനായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വന്നു. ഇനി നാലാമത്തെ പോസ്റ്റ്ലേറ്റ്, the negative and positive ions are stabilized by electrostatic attraction. എന്താ സംഗതിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഫ്ലൂറിൻ്റെ കേസാണ് നമുക്ക് എടുത്ത് പറഞ്ഞു നോക്കാം. ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങി, ഓക്കെ, ഒരു ഗെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവായി മാറി. ഇനി ലിഥിയം ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് ലോസ്റ്റ് ചെയ്തു, അപ്പം ലിഥിയത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിലൊരു അട്രാക്ഷൻ വരും. ഇത് ഓപ്പോസിറ്റ് ചാർജസ് അല്ലേ? ഓപ്പോസിറ്റ് ചാർജസ് വരുമ്പോൾ എന്താ പ്രത്യേകത? ഓപ്പോസിറ്റ് ചാർജസ് എപ്പോഴും അട്രാക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇവർ ബോണ്ട് ഫോം ചെയ്തത്. ശരിക്കും കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് ഈ മോളിക്യൂൾസ് തമ്മിൽ, ഇവരിപ്പോൾ ഇവിടെ നമുക്ക് ലിഥിയം അല്ലെങ്കിൽ ഫ്ലൂറിൻ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ലിഥിയം ഫ്ലൂറൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ലിഥിയം പോസിറ്റീവ് അയോണും ഫ്ലൂറിൻ നെഗറ്റീവ് അയോണാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും. ഈ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വന്നിട്ടാണ് അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസിറ്റീവ് അയണും ഒരു നെഗറ്റീവ് അയണും തമ്മിലുള്ള സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടുകൾക്ക് നമ്മളൊരു പേര് പറയാറുണ്ട്, അയോണിക് ബോണ്ട്. ഇതിനെയാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കോസൽ അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്. ഇതങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വിടേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ബോണ്ടിങ്ങിൽ ഫസ്റ്റായിട്ട് പറയുന്ന ഒരു അപ്രോച്ച് ആയതുകൊണ്ടിട്ടാണ് നമ്മളിതിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ പറയുന്നത് കോസൽസ് പോസ്റ്റ്ലേഷൻസ് പ്രൊവൈഡ് ദ ബേസിസ് ഫോർ മോഡേൺ കൺസെപ്റ്റ്സ് റിഗാർഡിംഗ് അയോൺ ഫോർമേഷൻ ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് അയണിക് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്. ഇതെന്താ ഉദ്ദേശിക്കണേ? ഞാനിപ്പോൾ പറഞ്ഞു ഇവർ നെഗറ്റീവ് അയണും പോസിറ്റീവ് അയണൊക്കെ ഫോം ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇതിൽ ഫ്ലൂറിൻ നെഗറ്റീവ് അയൺ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്ലൂറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടാണ് നെഗറ്റീവ് അയൺ കിട്ടിയത്. അതേസമയം ലിഥിയം ആണെങ്കിലോ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അതായത് അവിടെ നടക്കുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്ന ആളാണ് കോസൽ. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഫോർമേഷൻ ഓഫ് അയണിക് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് സോഡിയം ക്ലോറൈഡ്. നമ്മുടെ കോമൺ സോൾട്ട്, നമ്മൾ ഉപ്പെന്ന് പറയുന്ന സംഗതി സോഡിയം ക്ലോറൈഡ്. ഇത് ശരിക്കും ഒരു ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടാണ് സോഡിയം ക്ലോറൈഡ്. അതിനൊരു ക്രിസ്റ്റൽ സ്ട്രക്ചറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ എങ്ങനെ ഫോം ചെയ്യുന്നു? സോഡിയം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ പോസിറ്റീവ് ചാർജും ക്ലോറിൻ നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഇതിൽ ആ ക്രിസ്റ്റൽ ഫോമിൽ എങ്ങനെയാണ് ഈ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി എന്നൊക്കെ ആദ്യമായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇദ്ദേഹം. അപ്പോൾ അത് കാരണം
നമ്മൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ എക്സാമിനൊന്നും പൊതുവെ ചോദിച്ചു കാണുന്നില്ല, കാരണം ഇത് വളരെ ബേസിക് തിയറി ആയത് കാരണം. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. അടുത്തത് ഒക്ടറ്റ് റൂൾ എന്താണെന്ന് നോക്കാം. ഇത് രണ്ട് സയന്റിസ്റ്റുകൾ ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു റൂളാണ് കോസൽ ആൻഡ് ലൂയിസ്. ഇവർ രണ്ടുപേരോട് ചേർന്നിട്ടാണ് നമ്മുടെ ഒക്ടറ്റ് റൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് ഇലക്ട്രോണിക് തിയറി എന്നൊക്കെ പറയാറുണ്ട്, ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിൽ ഇവർ പറയുന്നത് ആറ്റംസ് ക്യാൻ കമ്പൈൻ എയ്തർ ബൈ ട്രാൻസ്ഫർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അനദർ, അതായത് ഗെയിൻ ചെയ്യുകയോ ലോസ് ചെയ്യുകയോ ചെയ്തിട്ട് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു, ഓർ ബൈ ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവർ പറയുന്നത്. അപ്പം മെയിൻ കാര്യം എന്ന് പറയുന്നത് ഗെയിനിങ് ആൻഡ് ലോസിങ്. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് ഇവർ പറയുന്നത്, ഗെയിനിങ് ഓർ ലോസിങ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? അപ്പം നേരത്തെ നമ്മൾ കാറ്റയോൺ അല്ലെങ്കിൽ ആനയോൺ ഫോർമേഷൻ പറഞ്ഞു. ലിഥിയം ആണെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, ലോസ്റ്റ് ചെയ്തു. അതേസമയം ഫ്ലൂറിൻ ആണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. ഫ്ലൂറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു, നെഗറ്റീവ് അയോണായി മാറി. ലിഥിയം ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് പോസിറ്റീവ് അയോണായി മാറി. ഓക്കെ, അതാണ് ഗെയിനിങ് അല്ലെങ്കിൽ ലോസിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. അതായത് ലിഥിയം എന്നുള്ള കോമ്പൗണ്ട് അതിൻ്റെ പോസിറ്റീവ് ചാർജും ഫ്ലൂറിൻ്റെ നെഗറ്റീവ് ചാർജും തമ്മിൽ അട്രാക്ട് ചെയ്തു. എന്നിട്ട് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനൊക്കെ അങ്ങോട്ട് വന്നു. അങ്ങനെ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തതാണ് നമ്മുടെ ലിഥിയം ഫ്ലൂറൈഡ്. അതൊരു അയോണിക് ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ ഗെയിനിങ് അല്ലെങ്കിൽ ലോസിങ് വഴി നമുക്ക് കിട്ടുന്ന ബോണ്ടിന് പറയുന്ന പേരാണ് അയണിക് ബോണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവർ പറയുന്നത് ബൈ ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ എന്ന് ഉദ്ദേശിക്കുന്നത് കോവലന്റ് ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളാണ്. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണ്, നമ്മളൊരു 2 ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു ഹൈഡ്രജൻ നിങ്ങൾക്കറിയാം, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 അല്ലേ? അപ്പോൾ അതിനാകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇത് വേറൊരു ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഇലക്ട്രോൺസ് കൊടുക്കുക മേടിക്കുക ഇവിടെ പരിപാടിയില്ല. ഇവർ ചെയ്യുന്ന പരിപാടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇലക്ട്രോൺസ് തമ്മിൽ ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ഷെയർ ചെയ്യുമ്പോൾ ഈ 2 ഇലക്ട്രോൺസ് കൂടി സെൻറ്ററിൽ അങ്ങോട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഹൈഡ്രജന് തോന്നും ഈ ഇലക്ട്രോൺ അതിന് കിട്ടി എന്നുള്ളൊരു ഫീലിംഗ് വരും. അതായത് ഹൈഡ്രജൻ നമുക്ക് അറ്റോമിക് നമ്പർ 1 ആണ്. ഇസഡ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എത്ര ഇലക്ട്രോൺ ആറ്റത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ, അല്ലാതെ വേറെ ഒന്നുമില്ല കാര്യം അതിൽ. അപ്പോൾ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഹൈഡ്രജൻ ആകെ 1 ഇലക്ട്രോണേ ഉള്ളൂ. ആകെ 1 ഇലക്ട്രോൺ ഉള്ള ഇലക്ട്രോണാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ ഈ 1 ഇലക്ട്രോൺ വരുന്നത് കെ ഷെല്ലിലാണ്. അപ്പോൾ കെ ഷെല്ലിൽ മാക്സിമം നമുക്ക് 2 ഇലക്ട്രോൺ അവിടെ ഇടാൻ പറ്റും, പക്ഷേ ആകെ 1 ഇലക്ട്രോണേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജന് സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ 1 ഇലക്ട്രോൺ കൂടി വേണം. അത് കാരണമാണ് മറ്റേ ഹൈഡ്രജൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഹൈഡ്രജൻ എന്ത് ചെയ്തു? ആ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്തിരിക്കണം. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, ഈ ഇലക്ട്രോൺസ് സെൻറ്ററിൽ നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റത്തിനും അവർക്ക് തമ്മിൽ ഫീൽ ചെയ്യും എനിക്ക് 2 ഇലക്ട്രോൺസ് കിട്ടി എന്നുള്ളത്. ഓക്കെ, ആക്ച്വലി ഇവർ ലോസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്നില്ല, ആ ഇലക്ട്രോൺസ് രണ്ടും മിഡിലിൽ നിൽക്കും. അപ്പോൾ 2 പേർക്കും ഈക്വൽ ആയിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും കിട്ടിയതുപോലൊരു ഫീലിംഗ് വരും. ഇങ്ങനെ ഇവർ ഫോം ചെയ്യുന്ന ബോണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. പൊതുവിൽ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന 2 ടൈപ്പ് മേജർ ടൈപ്പ് ബോണ്ടുകളാണ് അയണിക് ബോണ്ട് ആൻഡ് കോവലന്റ് ബോണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആറ്റത്തിന് ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ ലിഥിയത്തിന് സ്റ്റെബിലിറ്റി ഇല്ല, ഫ്ലൂറിന് സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ അത് അവർ തമ്മിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയും ലോസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്ത് അവരൊരു കോമ്പൗണ്ട് ഫോം ചെയ്തു. അതേസമയം ഹൈഡ്രജൻ അങ്ങനെ വിട്ടുകൊടുക്കാനും തയ്യാറല്ല, രണ്ടും ഒരേപോലത്തെ ആറ്റംസ് ആണ്, അവർ ട്വിൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ഷെയർ ചെയ്യുക ചെയ്തത്. അവർ ഷെയർ ചെയ്തിട്ടാണ് അവിടെ ബോണ്ട് ഫോം ചെയ്തത്. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഇലക്ട്രോൺസ് കോമ്പൗണ്ട് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന ടൈമിൽ ഇവർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യും, അല്ലെങ്കിൽ ഇവർ ഇലക്ട്രോൺ തമ്മിൽ ഷെയർ ചെയ്യും. ഇങ്ങനെ 2 ടൈപ്പ് ബോണ്ടിങ് ആണ് പൊതുവിൽ നടക്കുന്നത്. ഈ 2 ടൈപ്പ് ബോണ്ടിങ് നടത്തിയിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ആക്ച്വലി സ്റ്റെബിലിറ്റി, ഇവർക്കൊരു സ്ഥിരത വേണം, ഇവർക്കൊരു നിലനിൽപ്പ് വേണം, ഇവർക്കൊരു എക്സിസ്റ്റൻസ് വേണം. ഈ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഓക്കെ, ഈ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതിന് നമ്മൾ 2 രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അയണിക് ബോണ്ടായിട്ടും നമ്മൾ പറയണോ, കോവലന്റ് ബോണ്ടായിട്ടും പറയുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. അതായത് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? ഒന്നുകിൽ ഇവർ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നു. ഇവർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അയണിക് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇവർ ഫോം ചെയ്യുന്നത് കോവലന്റ് ബോണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട്, ഇങ്ങനെ 2 രീതിയിൽ മോളിക്യൂൾസ് ഫോം ചെയ്യും.
കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. ആ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത് വഴി ഇവരുടെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ 8 എണ്ണമാക്കി തീർക്കാൻ ട്രൈ ചെയ്യുന്നത്. 8 ഇലക്ട്രോൺ കണ്ടീഷൻ ആക്കാനാണ് ഇവർ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂളിനെ ഒക്ടെക്ട് റൂൾ എന്ന് പറഞ്ഞത്. ഒക്ടെക്ട് മീൻസ് 8 ഇലക്ട്രോൺ കണ്ടീഷൻ ആണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 8 ഇലക്ട്രോൺ കണ്ടീഷൻ കിട്ടാനായിട്ട് ഇവർ ഒന്നുകിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും അല്ലെങ്കിൽ ലോസ് ചെയ്യും. എന്നിട്ട് ഇവർ അയണിക് ബോണ്ട് ഫോം ചെയ്ത ഒരു കോമ്പൗണ്ട് ഉണ്ടാകും. ആ കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് 8 ഇലക്ട്രോൺ കണ്ടീഷൻ ഇവർ സാറ്റിസ്ഫൈ ചെയ്യും. അല്ലെങ്കിൽ കോവലൻ ബോണ്ട് ഉണ്ടാകുന്നു. കോവലൻ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്തിട്ടും ഇവർ 8 ഇലക്ട്രോൺ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഹൈഡ്രജൻ 8 ഇലക്ട്രോൺ കണ്ടീഷൻ ഇല്ല കേട്ടോ. കാരണം ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. 1 ആയത് കാരണം അതിന് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. പിന്നുള്ള മോർ ദാൻ 1 വരുന്ന എലമെന്റുകൾക്കാണ് 8 എന്നുള്ള ഒരു കണ്ടീഷൻ വരത്തുള്ളൂ. ഹൈഡ്രജൻ ആകെ 1 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഷെല്ലിൽ 2 നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബേസിക് ഇത്രയേ ഉള്ളൂ ഒക്ടെക്ട് റൂളിൽ. എലമെന്റുകൾക്ക് 8 ഇലക്ട്രോൺ ഇല്ലെങ്കിൽ അവർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്യുകയോ ചെയ്യും. ചെയ്തിട്ട് ഇവർ 8 ഇലക്ട്രോൺ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും. അതിനെയാണ് ഒക്ടെക്ട് റൂൾ എന്ന് പറയുന്നത്. സോ ആറ്റംസ് ക്യാൻ കമ്പൈൻ എയ്തർ ബൈ ട്രാൻസ്ഫർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട സെന്റൻസ്. ട്രാൻസ്ഫർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഓർ ദേ ഷെയർ ദെയർ വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, in order to have an octet in their valence shell. So this is known as octet rule. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ താഴെ തന്നെ സജഷൻ ബോക്സ് ഉണ്ടല്ലോ, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഇടുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ പല പല മോളിക്യൂൾസിനെ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു ചിൽഡ്രൻ.